ദൈവനാമത്തിന് മഹത്വം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ ക്ലാസ്സിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1, 2, 3 അധ്യായങ്ങൾ ചേർന്ന 1-ാം ഭാഗം പൂർത്തീകരിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് നമ്മൾ 2-ാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ദാനിയേൽ പ്രവചനത്തിലെ 70 ആഴ്ചവട്ടം എന്ന വിഷയം പഠിക്കുവാൻ ദൈവത്തിൽ ആശ്രയിച്ച് ആരംഭിക്കുകയാണ്. വെളിപ്പാട് പുസ്തക പഠനത്തോടുള്ള ബന്ധത്തിൽ ഈ വിഷയത്തിനുള്ള പ്രസക്തി എന്തെന്ന് ഞാൻ ആദ്യം വിശദീകരിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തോടെ സഭാ കാലഘട്ടത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ അവസാനിച്ചുവെന്നും 4-ാം അധ്യായം മുതൽ സഭ സ്വർഗത്തിലാണെന്നും അപ്പോൾ മുതൽ 7 വർഷക്കാലം ഭൂമിയിൽ അധർമ്മമൂർത്തിയുടെ ഭരണമായിരിക്കുമെന്നും ഇന്ന് മിക്ക വേദപണ്ഡിതന്മാരും വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. മഹോപദ്രവകാലം എന്നറിയപ്പെടുന്ന ആ കാലഘട്ടത്തിൽ ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളാണ് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം മുതൽ കാണുന്നതെന്ന് അവർ പറയുന്നു. ഈ 7 വർഷക്കാലം ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 24 മുതൽ 27 വരെ വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്ന 70 ആഴ്ചവട്ടത്തിലെ അവസാന ആഴ്ചവട്ടമായ 7 വർഷമാണെന്നാണ് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ക്രൂശമരണത്തോടെ 69 ആഴ്ചവട്ടം പൂർത്തിയായെന്നും 70-ാമത്തെ ആഴ്ചവട്ടമായ 7 വർഷക്കാലം അന്ത്യകാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുവാണെന്നുമാണ് പഠിപ്പിക്കുന്നത്. ഈ പഠനങ്ങൾ ദൈവവചനപ്രകാരമാണോ എന്ന് പരിശോധിക്കുകയാണ് നമ്മുടെ ഈ പഠനത്തിൻ്റെ ലക്ഷ്യം. മുൻവിധികളില്ലാതെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും അന്വേഷിച്ച് പഠിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പഠനത്തിലേക്ക് നമുക്ക് കടക്കാം. 70 ആഴ്ചവട്ടം. ഒരാഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 7 ദിവസങ്ങളുള്ള ഒരാഴ്ച എന്നേ അർത്ഥമുള്ളൂ. ദിവസങ്ങളുടെ ആഴ്ചവട്ടം എന്നതിനെ നമുക്ക് വിളിക്കാം. എന്നാൽ ഹെബ്രായരുടെ ഇടയിൽ ഒരു ദിവസത്തിന് 1 വർഷം എന്ന പ്രകാരം അവർ കണക്കാക്കാറുണ്ടായിരുന്നു. വർഷങ്ങളുടെ ആഴ്ചവട്ടം. ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം 27-ഉം 28-ഉം വാക്യങ്ങൾ. അവളുടെ ആഴ്ചവട്ടം നിവർത്തിക്കുക, എന്നാൽ നീ ഇനിയും 7 സംവത്സരം എൻ്റെ അടുക്കൽ ചെയ്യുന്ന സേവയ്ക്ക് വേണ്ടി ഞങ്ങൾ അവളെയും നിനക്ക് തരാം എന്ന് പറഞ്ഞു. യാക്കോബ് അങ്ങനെ തന്നെ ചെയ്തു. അവളുടെ ആഴ്ചവട്ടം നിവർത്തിച്ചു. അവൻ തൻ്റെ മകൾ റാഹേലിനെയും അവന് ഭാര്യയായി കൊടുത്തു. ഇവിടെ യാക്കോബ് റാഹേലിനു വേണ്ടി അവളുടെ അപ്പനായ ലാബാനെ സേവിച്ചത് വർഷങ്ങളുടെ ഒരാഴ്ചവട്ടക്കാലമായിരുന്നു. 7 സംവത്സരം. ഒരു വാക്യം കൂടി വായിക്കാം. സംഖ്യാപുസ്തകം 14-34 വാക്യം. ദേശം ഒറ്റുനോക്കിയ 40 ദിവസത്തിൻ്റെ എണ്ണത്തിനൊത്തവണ്ണം ഒരു ദിവസത്തിന് 1 സംവത്സരം വീതം 40 സംവത്സരം നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ച് എൻ്റെ അകൽച്ച അറിയും. ഒരു ദിവസത്തിന് 1 വർഷമെന്ന കണക്കനുസരിച്ച് 70 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 70 × 7 490 വർഷം. മലയാളം ബൈബിളിൽ ഈ ഭാഗത്ത് പരിഭാഷയിൽ ചില പിശകുകൾ ഉള്ളതുകൊണ്ട് ഇംഗ്ലീഷ് ന്യൂ KJV ആണ് മിക്ക വ്യാഖ്യാതാക്കളും പഠനത്തിനായിട്ട് എടുക്കുന്നത്. ഹീബ്രു ഗ്രീക്ക് ബൈബിളുകളിൽ ഈ ഭാഗം അരാമിക് ഭാഷയിൽ കാവ്യരൂപത്തിലാണ് ചേർത്തിരിക്കുന്നത്. നിലവിലെ വ്യാഖ്യാനങ്ങളുടെ ശരിതെറ്റുകൾ വിലയിരുത്തി പഠിക്കണമെങ്കിൽ 3 പ്രധാന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തേത്, 70 ആഴ്ചവട്ടം നിയമിച്ചതിൻ്റെ ലക്ഷ്യമെന്ത്? രണ്ടാമത്തേത്, 70 ആഴ്ചവട്ടം എന്നു മുതൽ എന്നുവരെ? മൂന്നാമത്തേത്, 70 ആഴ്ചവട്ടം പൂർത്തിയായോ, അതോ അവസാനത്തെ ആഴ്ചവട്ടമായ 7 വർഷം ഭാവിയിലേക്ക് മാറ്റിവെച്ചോ? പ്രവചന ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ദാനിയേലിന് ഇങ്ങനെയൊരു ദർശനം കൊടുക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും നമുക്കിത് മനസ്സിലാക്കാം. ഇസ്രായേൽ ജനം പ്രവാസത്തിലായിരിക്കുന്ന സമയം ദാനിയേൽ പ്രവാചകൻ യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും യെരുശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരുമെന്ന ഒരു കണക്ക് കാണുവാനിടയായി. യെരമ്യാവിന്റെ പുസ്തകത്തിൽ നിന്നും ഞാനത് വായിക്കാം. യെരമ്യാവ് 25-11-12 വാക്യങ്ങൾ. ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുവും ആകും. ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. 70 സംവത്സരം തികയുമ്പോൾ
ഞാൻ ബാബേൽ രാജാവിനെയും ആ ജാതിയെയും കൽദയരുടെ ദേശത്തെയും അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിച്ച് അതിനെ ശാശ്വത ശൂന്യമാക്കി തീർക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രവാചകൻ കണക്കുകൂട്ടി നോക്കുമ്പോൾ അവരുടെ പ്രവാസകാലം കഴിയാറായെന്ന് മനസ്സിലായി. ഉടനെ അദ്ദേഹം രട്ടുടുത്ത് വെണ്ണീറിലിരുന്ന് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. 4 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ദാനിയേലിന്റെ പ്രാർത്ഥന നമുക്ക് കാണാം. പ്രസക്ത ഭാഗം മാത്രം ഞാൻ വായിക്കാം. ദാനിയേൽ 9:5, 6 വാക്യങ്ങൾ. കർത്താവേ, ഞങ്ങൾ പാപം ചെയ്തു, വികടമായി നടന്നു, ദുഷ്ടത പ്രവർത്തിച്ചു, ഞങ്ങൾ മത്സരിച്ചു, നിന്റെ കൽപ്പനകളും വിധികളും വിട്ടുമാറിയിരിക്കുന്നു. ഞങ്ങളുടെ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും പിതാക്കന്മാരോടും ദേശത്തിലെ സകല ജനത്തോടും നിന്റെ നാമത്തിൽ സംസാരിച്ച നിന്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ വാക്ക് ഞങ്ങൾ കേട്ടനുസരിച്ചതുമില്ല. 17 വാക്യം. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, അടിയന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ട് ശൂന്യമായിരിക്കുന്ന നിന്റെ വിശുദ്ധ മന്ദിരത്തിന്മേൽ കർത്താവിൻ നിമിത്തം തിരുമുഖം പ്രകാശിക്കുമാറാക്കണമേ. 19 വാക്യം. കർത്താവെ കേൾക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ ചെവിക്കൊണ്ട് പ്രവർത്തിക്കണമേ. എന്റെ ദൈവമേ, നിന്നെ തന്നെ ഓർത്ത് താമസിക്കരുതേ, നിന്റെ നാമം വിളിച്ചിരിക്കുന്നുവല്ലോ. പ്രവാചകൻ ഇങ്ങനെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ അടുത്തു വന്ന് ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നൽകിയതാണ് 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന 70 ആഴ്ചവട്ടത്തെക്കുറിച്ചുള്ള പ്രവചനം. ഈ പ്രവചന ഭാഗം തെറ്റുകൂടാതെ പഠിക്കുവാൻ 3 പ്രധാന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ടെന്ന് നാം നേരത്തെ പറഞ്ഞുവല്ലോ. നമുക്കതിലേക്ക് വരാം. ഒന്നാമത്തേത്, 70 ആഴ്ചവട്ടം നിയമിച്ചതിൻ്റെ ലക്ഷ്യമെന്ത്? 24 വാക്യം. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന 6 കാര്യങ്ങളാണ് 70 ആഴ്ചവട്ടം കൊണ്ട് നിവൃത്തിയാകേണ്ടതിന്. ഒന്നാമത്തേത്, അതിക്രമത്തെ തടസ്സം ചെയ്യുക, ടു ഫിനിഷ് ദ ട്രാൻസ്ഗ്രഷൻ. രണ്ടാമത്തേത്, പാപത്തെ മുദ്രയിടുക. മുദ്രയിടുക എന്ന മലയാളം പരിഭാഷ ശരിയല്ല. ഇംഗ്ലീഷിൽ ടു മേക്ക് ആൻ എൻഡ് ഓഫ് സിൻസ്, പാപത്തിന് അന്തം വരുത്തുക എന്നാണ്. മൂന്നാമത്തേത്, അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യുക, ടു മേക്ക് റീകൺസിലിയേഷൻ ഫോർ ഇനിക്വിറ്റി. നാലാമത്തേത്, നിത്യനീതി വരുത്തുക, ടു ബ്രിങ് ഇൻ എവർലാസ്റ്റിംഗ് റൈറ്റിയസ്നസ്. അഞ്ചാമത്തേത്, ദർശനവും പ്രവചനവും മുദ്രയിടുക, ടു സീലപ്പ് ദ വിഷൻ ആൻഡ് പ്രൊഫസി. ആറാമത്തേത്, അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക, ടു അനോയിന്റ് ദ മോസ്റ്റ് ഹോളി. ഈ 6 കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് മുമ്പ് മറ്റ് 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് നോക്കാം. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പം വ്യക്തമാകും. രണ്ടാമത്തെ ചോദ്യം, 70 ആഴ്ചവട്ടം എപ്പോൾ മുതൽ എപ്പോൾ വരെ? 25 വാക്യം. അതുകൊണ്ട് നീ അറിഞ്ഞു ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ, യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം, 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങൾ തന്നെ വീണ്ടും പണിയും. യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ പ്രഭു വരെ 7 ആഴ്ചവട്ടം എന്ന മലയാളം പരിഭാഷ തെറ്റാണ്. ഇംഗ്ലീഷിൽ അത് ഇങ്ങനെയാണ്, 7 weeks and 62 weeks എന്നാണ്. അതായത് 7 ആഴ്ചവട്ടവും 62 ആഴ്ചവട്ടവും 69 ആഴ്ചവട്ടം, അതായത് 483 വർഷം. അതുപോലെ വീതിയും കിടങ്ങുമല്ല, വീതിയും മതിലുമായി എന്നാണ്. ദ സ്ട്രീറ്റ് ഷാൽ ബി ബിൽറ്റ് അഗെയിൻ ആൻഡ് ദ വാൾ ഈവൻ ഇൻ ട്രബിൾസ് ടൈംസ്. ചില ഇംഗ്ലീഷ് പരിഭാഷകളിലും വീതിയും കിടങ്ങുമെന്ന് കാണുന്നുണ്ട്. യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതലാണ് ഈ കാലഘട്ടം ആരംഭിക്കുന്നത്. യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുക, കേവലം കെട്ടിടങ്ങളും മതിലുകളും വീതികളും പണിയുന്ന കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യെരുശലേമിനെ ദൈവം തിരഞ്ഞെടുത്തത് ഇസ്രായേൽ ജനത്തിന് വസിക്കാനുള്ള ഒരു പട്ടണമെന്ന നിലയിലല്ല, മറിച്ച് തൻ്റെ നാമം അവിടെ സ്ഥാപിക്കപ്പെടേണ്ടതിനാണ്. അതുകൊണ്ടത് വിശുദ്ധ നഗരമാണ്. ദൈവത്തിൻ്റെ ആലയം പണി കഴിപ്പിച്ചിരിക്കുന്നത് അവിടെയാണ്. സകല ജനത്തിനും വേണ്ടിയുള്ള പാപയാഗം, അകൃത്യയാഗം തുടങ്ങി
എല്ലാ യാഗങ്ങളും അർപ്പിക്കേണ്ടത് അവിടെയാണ്. ഉത്സവങ്ങൾ ആഘോഷിക്കുവാനും എല്ലാ നന്മകളിലും ഞാൻ സന്തോഷിക്കുവാനും ദശാംശവും വഴിപാടും അർപ്പിക്കുവാനുമുള്ള സ്ഥലം യഹോവയുടെ സന്നിധിയായിരുന്നു. ന്യായപ്രമാണപ്രകാരമുള്ള ആരാധനാ കേന്ദ്രമായാണ് ദൈവം ജെറുസലേമിനെ തെരഞ്ഞെടുത്തത്. ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെടുമ്പോൾ മാത്രമേ ജെറുസലേം യഥാസ്ഥാനപ്പെടുകയുള്ളൂ. അതിനുള്ള കൽപ്പന പുറപ്പെടുന്നത് മുതലാണ് 70 ആഴ്ചവട്ടം ആരംഭിക്കുന്നത്. ഈ കൽപ്പന ഏതാണെന്ന് അറിയണമെങ്കിൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന 4 കൽപ്പനകൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തേത് എസ്രായുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. പ്രസക്തമായ ഭാഗം മാത്രം ഞാൻ വായിക്കാം. 2ഉം 3ഉം വാക്യങ്ങൾ. പാർസി രാജാവായ കോരശ് പ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗ്ഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയിലെ യെരൂശലേമിൽ അവൻ്റെ ഒരു ആലയം പണിയുവാൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. നിങ്ങളിൽ അവൻ്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ ദൈവം അവനോടുകൂടെ ഇരിക്കുമാറാകട്ടെ. അവൻ യഹൂദയിലെ യെരൂശലേമിലേക്ക് യാത്ര പുറപ്പെട്ട് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് ആലയം പണിയട്ടെ. അവനല്ലോ യെരൂശലേമിലെ ദൈവം. BC 538 പാർസി രാജാവായ കോരശ് ജെറുസലേമിൽ ദേവാലയം പണിയുവാൻ പുറപ്പെടുവിച്ച കൽപ്പനയാണിത്. ഈ കൽപ്പന പ്രകാരം സെറുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ ജനം ജെറുസലേമിലേക്ക് പോയി ദേവാലയം പണിയുവാൻ ആരംഭിച്ചു. എന്നാൽ ശത്രുക്കൾ പലതവണ ആലയം പണിക്ക് തടസ്സം നിൽക്കുകയും ഒടുവിൽ അർത്തശഷ്ടാ രാജാവ് ദേവാലയം പണി നിർത്തിവയ്ക്കുവാൻ കൽപ്പന കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ചു നാളുകൾ പണി മുടങ്ങിക്കിടന്നു. എന്നാൽ ഹഗ്ഗായി പ്രവാചകനും സക്രിയ പ്രവാചകനും ജനത്തെ ധൈര്യപ്പെടുത്തുകയും ഉത്സാഹിപ്പിക്കുകയും വീണ്ടും പണി തുടങ്ങുകയും ചെയ്തു. എന്നാൽ ശത്രുക്കളുടെ പ്രവർത്തനം വീണ്ടും തുടർന്നുകൊണ്ടിരുന്നു. 2ാമത്തെ കൽപ്പന എസ്രായുടെ പുസ്തകം 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ചില വാക്യങ്ങൾ മാത്രം ഞാൻ വായിക്കാം. 6ഉം 7ഉം വാക്യങ്ങൾ. ആകയാൽ നദിക്കക്കരെ ദേശാധിപതിയായ തത്നായിയെ ശദ്രബോസിനെ നിങ്ങളും നദിക്കക്കരെയുള്ള അഫർസരായ നിങ്ങളുടെ കൂട്ടക്കാരും അവിടെ നിന്ന് അകന്നു നിൽക്കണം. ഈ ദേവാലയത്തിന്റെ പണിക്കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. യഹൂദന്മാരുടെ ദേശാധിപതിയും യഹൂദന്മാരുടെ മൂപ്പന്മാരും ഈ ദേവാലയം അതിൻ്റെ സ്ഥാനത്ത് തന്നെ പണിയട്ടെ. ഈ ദേവാലയം പണിയേണ്ടതിന് നിങ്ങൾ യഹൂദന്മാരുടെ മൂപ്പന്മാർക്ക് ചെയ്യേണ്ടതിനെ കുറിച്ച് ഞാൻ കൽപ്പിക്കുന്നത് എന്തെന്നാൽ, നദിക്കക്കരെ പിരിയുന്ന കരമായ രാജാവിന്റെ മുതലിൽ നിന്ന് ആ ആളുകൾക്ക് കാലതാമസം കൂടാതെ കൃത്യമായി ചെലവും കൊടുക്കേണ്ടതാകുന്നു. BC 519 ദാരിയാവേശ് രാജാവ് ദേവാലയം പണി തടസ്സപ്പെടുത്താൻ ചെന്ന ദേശാധിപതിമാരായ തത്നായിക്കും ശദ്രബോസനിക്കും നൽകിയ ശാസനയും പണിക്ക് ആവശ്യമായ സഹായം ചെയ്യണമെന്നുള്ള കൽപ്പനയുമാണ്. ഇതും പ്രകാരം പണി തുടരുകയും BC 515 പണി പൂർത്തിയാക്കി ദേവാലയം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. 3ാമത്തെ കൽപ്പന എസ്രായുടെ പുസ്തകം 7-ാം അധ്യായം 12 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. ചില വാക്യങ്ങൾ ഞാൻ വായിക്കാം. രാജാതിരാജാവായ അർത്തശഷ്ടാവ് സ്വർഗത്തിലെ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ ശാസ്ത്രിയായ എസ്രാ പുരോഹിതന് എഴുതുന്നത് ഇത്യാദി: നമ്മുടെ രാജ്യത്തുള്ള ഇസ്രായേൽ ജനത്തിനും അവന്റെ പുരോഹിതന്മാരിലും ലേവ്യരിലും യെരൂശലേമിലേക്ക് പോകുവാൻ മനസ്സുള്ള ഏവനും നിന്നോടുകൂടെ പോരുന്നതിന് ഞാൻ കൽപ്പന കൊടുത്തിരിക്കുന്നു. 17-ാം വാക്യം. ആകയാൽ നീ ജാഗ്രതയോടെ ആ ദ്രവ്യം കൊണ്ട് കാളകളെയും ആട്ടുകൊറ്റന്മാരെയും കുഞ്ഞാടുകളെയും അവയ്ക്ക് വേണ്ടുന്ന ഭോജനയാഗങ്ങളെയും പാനീയയാഗങ്ങളെയും മേടിച്ച് യെരൂശലേമിലുള്ള നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലെ യാഗപീഠത്തിന്മേൽ അർപ്പിക്കണം. 24 മുതൽ 26 വരെ വാക്യങ്ങൾ. പുരോഹിതന്മാർ, ലേവ്യർ, സംഗീതക്കാർ, വാതിൽ കാവൽക്കാർ, ദേവാലയദാസന്മാർ എന്നിവർക്കും ദൈവത്തിന്റെ ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന യാതൊരുത്തിനും കരമോ നികുതിയോ ചുങ്കമോ ചുമത്തുന്നത് വിഹിതമല്ല എന്നും നാം നിങ്ങൾക്ക് അറിവ് തരുന്നു. നീയോ ഇസ്രയേ, നിനക്ക് നിന്റെ ദൈവം നൽകിയ ജ്ഞാനപ്രകാരം നദിക്കക്കരെ പാർക്കുന്ന സകല ജനത്തിനും നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങളെ അറിയുന്ന ഏവർക്കും തന്നെ ന്യായം പാലിച്ചു കൊടുക്കേണ്ടതിന് അധികാരികളെയും ന്യായാധിപന്മാരെയും നിയമിക്കണം. അറിയാത്തവർക്കോ നിങ്ങൾ അവയെ ഉപദേശിച്ചു കൊടുക്കണം. എന്നാൽ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണവും രാജാവിന്റെ ന്യായപ്രമാണവും അനുസരിക്കാത്ത ഏവനെയും
ജാഗ്രതയോടെ ന്യായം വിസ്തരിച്ച് മരണമോ പ്രവാസമോ പിഴയോ തടവോ അവന് കൽപ്പിക്കേണ്ടതാകുന്നു. BC 457 അർത്ഥശാസ്ത്രാവ് രാജാവ് എസ്രാ ശാസ്ത്രിക്ക് കൊടുത്ത കൽപ്പനയാണിത്. എസ്രാ ശാസ്ത്രിയും പുരോഹിതന്മാരും മറ്റുള്ള ജനവും അവരുടെ പക്കൽ ഏൽപ്പിക്കപ്പെട്ട പൊന്നും വെള്ളിയും ദേവാലയ വക ഉപകരണങ്ങളും സഹിതം ജെറുസലേമിലേക്ക് പോയി യാഗങ്ങൾ അർപ്പിക്കണമെന്നും സകല ജനത്തിനും ന്യായപ്രമാണം ഉപദേശിച്ചു കൊടുക്കണമെന്നും ജനത്തിന് അധികാരികളെയും ന്യായാധിപന്മാരെയും നിയമിക്കുകയും ന്യായപ്രമാണത്തെയും രാജാവിനെയും അനുസരിക്കാത്തവരെ വിസ്തരിച്ച് തക്ക ശിക്ഷ നൽകണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കൽപ്പനയാണിത്. അടുത്തത് നെഹമ്യാവിന്റെ പുസ്തകം 2:7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. നെഹമ്യാവ് 2:7-8 വാക്യങ്ങൾ ഞാൻ വായിക്കാം. രാജാവിന്റെ തിരുവള്ളമുണ്ടായി, ഞാൻ യഹൂദയിൽ എത്തും വരെ നദിക്ക് അക്കരെയുള്ള ദേശാധിപതിമാർ എന്നെ കടത്തിവിടേണ്ടതിന് അവർക്ക് എഴുത്തുകളും ആലയത്തോട് ചേർന്ന കോട്ടവാതിലുകൾക്കും പട്ടണത്തിന്റെ മതിലിനും ഞാൻ ചെന്നു പാർപ്പാനിരിക്കുന്ന വീട്ടിനും വേണ്ടി ഉത്തരം മുതലായത് ഉണ്ടാക്കുവാൻ രാജാവിന്റെ വനവിചാരകനായ ആസാഫിനിക്ക് മരം തരേണ്ടതിനും അവനൊരു എഴുത്തും നൽകണമേ എന്ന് ഞാൻ രാജാവിനോട് അപേക്ഷിച്ചു. എൻ്റെ ദൈവത്തിൻ്റെ ദയവുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നതുകൊണ്ട് രാജാവ് അതെനിക്ക് തന്നു. BC 444 അർത്ഥശാസ്ത്രാവ് രാജാവ് തന്നെ നെഹമ്യാവിന് നൽകിയ ചില കത്തുകളാണിത്. ഒന്നാമത്തേത്, നെഹമ്യാവ് ജെറുസലേമിൽ എത്തുന്നതുവരെ വഴിയിൽ തടസ്സപ്പെടാതെ കത്തിവിടേണ്ടതിന് ദേശാധിപതിമാർക്കുള്ള കത്തുകൾ. രണ്ടാമത്തേത്, ജെറുസലേമിലെ കോട്ടവാതിലുകൾക്കും പട്ടണത്തിന്റെ മതിലിനും നെഹമ്യാവ് ചെന്നു പാർക്കാനിരിക്കുന്ന വീട്ടിനും വേണ്ടി ഉത്തരം മുതലായവ ഉണ്ടാക്കുവാൻ മരുന്ന് നൽകേണ്ടതിന് രാജാവിന്റെ വനവിചാരകനായ ആസാബിനുമുള്ള കത്ത്. മുമ്പ് പറഞ്ഞ BC 457 കൽപ്പനയും ഇതും ഒന്നാണെന്നും അതിൻ പ്രകാരം BC 444 മുതലാണ് 70 ആഴ്ചവട്ടം ആരംഭിക്കുന്നതും എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. നെഹമ്യാവ് കടന്നു പോകേണ്ട വഴിക്കുള്ള ദേശാധിപതികൾക്കും രാജാവിന്റെ വനവിചാരകനായ ആസാബിനുമുള്ള കത്തുകൾ എങ്ങനെ ജെറുസലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാനുള്ള കൽപ്പനയാകുമെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് അവരുടെ വാദം നമുക്ക് തള്ളിക്കളയാം. ഇനി BC 444 മുതലാണ് 70 ആഴ്ചവട്ടം ആരംഭിക്കുന്നതെന്ന് സമ്മതിച്ചാൽ തന്നെ കണക്കുകൾ കൊണ്ട് അത് ശരിയാകില്ല. നമുക്ക് നോക്കാം. ജെറുസലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ പ്രഭു വരെ 7 ആഴ്ചവട്ടവും 62 ആഴ്ചവട്ടവും എന്നാണല്ലോ. അതായത് 7ഉം 62ഉം 69 ആഴ്ചവട്ടം, അല്ലെങ്കിൽ 483 വർഷം. BC 444 മുതൽ 483 വർഷം കഴിഞ്ഞാൽ AD 39 എത്തിച്ചേരും. യേശു അഭിഷിക്തനായി ശുശ്രൂഷ ആരംഭിച്ചത് AD 39 എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് BC 444 മുതലാണ് 70 ആഴ്ചവട്ടം തുടങ്ങുന്നതെന്ന് പഠിച്ചിരിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു പുനർപഠനം നടത്തുവാൻ സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇനി BC 457 കൽപ്പന നമുക്ക് നോക്കാം. BC 457 മുതൽ 483 വർഷം കഴിഞ്ഞാൽ AD 26 യേശുവിന്റെ ജനനം BC 4 5 ആണെന്ന് ഭൂരിപക്ഷം വേദപണ്ഡിതന്മാർ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ AD 26 യേശുവിന് 30 വയസ്സ്. ലൂക്കാസ് സുവിശേഷം 3:23 ഇങ്ങനെ കാണുന്നു, യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. വളരെ കൃത്യമായും ഉദ്ധരിക്കുന്നു. അതുകൊണ്ട് 70 ആഴ്ചവട്ടം ആരംഭിക്കുന്നത് BC 457 മുതലാണെന്ന് നിസ്സംശയം നമുക്ക് പറയാം. പെട്ടെന്ന് ഓർത്തിരിക്കുവാൻ വേണ്ടി ഈ 4 കൽപ്പനകൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഒന്നാമത്തേത് BC 538 കോരസ് രാജാവ് കൊടുത്തത് ദേവാലയം പണിയുവാനുള്ള കൽപ്പന. രണ്ടാമത്തേത് BC 519 ദാരിയാവേശ് രാജാവ് കൊടുത്തത് ദേവാലയം പണി തടസ്സപ്പെടുത്തുവാൻ ചെന്ന ദേശാധിപതികൾക്ക് പണി തടസ്സപ്പെടുത്തരുതെന്ന് പറഞ്ഞുള്ള കൽപ്പന. മൂന്നാമത്തേത് BC 457 അർത്ഥശാസ്ത്ര രാജാവ് എസ്രാ ശാസ്ത്രിക്ക് കൊടുത്തത് ജെറുസലേം യഥാസ്ഥാനപ്പെടുത്തി പണിയുവാനുള്ള കൽപ്പന. നാലാമത്തേത് BC 444 അർത്ഥശാസ്ത്ര രാജാവ് നെഹമ്യാവിന് കൊടുത്തത് ദേശാധിപതിമാർക്കും വനവിചാരകനായ ആസാബിനുമുള്ള കത്തുകൾ. 25 വാക്യത്തിന്റെ അവസാനം, വീതിയും മതിലുമായി കഷ്ടകാലത്ത് തന്നെ പണിയും. എന്നും ശത്രുക്കളുടെ എതിർപ്പിനെ അതിജീവിച്ചാണ് ജെറുസലേം പണിയപ്പെട്ടിട്ടുള്ളത്.
കഷ്ടകാലത്തിൽ തന്നെ. അടുത്ത വാക്യത്തിലേക്ക് കടന്നാൽ, ഈ ക്ലാസ് നമ്മുടെ സമയപരിധിക്കുള്ളിൽ നിർത്താൻ സാധിക്കില്ലാത്തതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. ചില സിദ്ധാന്തങ്ങൾ സ്ഥാപിക്കുവാൻ ദൈവവചന സത്യങ്ങളെ കൂട്ടിക്കളയാതെ ദൈവത്തിൻ്റെ ആത്മാവ് എങ്ങനെയാണോ അത് നൽകിയിരിക്കുന്നത് അതുപോലെ ഗ്രഹിക്കുവാൻ തക്കവിധം സൂക്ഷ്മമായി അന്വേഷിച്ച കാര്യങ്ങളെ പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ക്ലാസ് ശ്രദ്ധിച്ച എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ടും നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്.